സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതഹർത്രേണ നിർപ്പാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ വിഷ്ണു ഭക്തി ഇല്ലാതാക്കാനായിട്ട് ഈ കുട്ടിയെ അതുപോലെ പഠിപ്പിക്കണം. എങ്ങനെയാ വിഷ്ണു ഭക്തി ഇല്ലാതാകുമോ? അങ്ങനെ പഠിപ്പിക്കാൻ ഈ ഗുരുനാഥന്മാരുടെ ഷണ്ടാമർക്കന്മാരുടെ നിർദ്ദേശം കൊടുത്തിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ഹിരണ്യകശിപു ചോദിച്ചു, അതീതേഷു ശ്രേഷ്ഠം കിം, നീ പഠിച്ചിട്ടുള്ള കാര്യത്തിൽ വെച്ച് ഏറ്റവും നല്ലത് അച്ഛനെ കേൾപ്പിക്കൂ. അപ്പോൾ വിഷ്ണു ഭക്തിയാണ് എന്ന് പറഞ്ഞത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഗുരു പറഞ്ഞ ഭക്തിം വര്യാം, അങ്ങയുടെ ഭക്തിയാണ് വര്യമായിട്ടുള്ളത്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. വിവിധ രീതിയിലുള്ള വധോപായങ്ങൾ, ഇവനെ കൊല്ലില്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല, നേരെയാവുമെന്ന് തോന്നണില്ല എന്ന് ഹിരണ്യകശിപു ചിന്തിച്ചു. സശൂലേരാഭിദസ്തു ബഹുമതിദോ ദിഗ്ഗജഗണേർ മഹാസർപ്പേദംഷ്ടോപ്യനശന ഗരാഹാരവിദുത ഗിരീന്ദ്രാവക്ഷിപ്തോപ്യഹ പരമാത്മന്നൈ വിഭോ ത്വയിന്യത്താത്മത്വാ കിമപിന നിബീഡാം അപജതാ. എന്തൊക്കെ ചെയ്തു എന്ന് ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നു. സശൂലൈർ ആവിദ്ദ, ശൂലം കൊണ്ട് ആക്രമിക്കുക, കുത്തുക. ശൂലൈരാവിദ്ദ, പിളർക്കാൻ വേണ്ടി നോക്കി ശൂലത്തിൻ്റെ മൊന ഒടിയുക എന്നല്ലാതെ യാതൊന്നും പ്രഹ്ലാദന് സംഭവിക്കുന്നില്ല. അത്യത്ഭുതമായിട്ടുള്ള കാര്യങ്ങളാണ്. സശൂലേരാവിദ്ദ സുബഹുമതിതോ ദിഗ്ഗജഗണർ, ആനകളെ കൊണ്ട് ചവിട്ടിക്കുക. ഇതിലൊക്കെ മരിക്കാത്ത കുട്ടികളുണ്ടാവുമോ? സുബഹുമതിതോ ദിഗ്ഗജഗണേർ. പിന്നെ മഹാസർപ്പേർ, പാമ്പുകളെ കൊണ്ട് കടിപ്പിക്കുക, നല്ല വിഷസർപ്പങ്ങൾ. അതിനുണ്ടോ വല്ല വിഷമവും ഹിരണ്യകശിപുവിന് ഉള്ള ഭൃത്യന്മാർ കയ്യിലുള്ളപ്പോൾ പാമ്പിനെ പിടിച്ചുകൊണ്ടുവരാൻ പറയുകയുണ്ടോ? അപ്പോൾ കൊണ്ടുവരാനുള്ള ആളുകളുണ്ട് അവിടെ അല്ലേ? സുരേഷ് ബാബുവിനെ പോലുള്ള ആൾക്കാരൊക്കെ പാമ്പ് പിടുത്തക്കാരുടെ ആവശ്യം വന്നാൽ അതും വേണമല്ലോ. അപ്പോൾ അതൊക്കെ തൻ്റെ കീഴിലുണ്ട്. മഹാസർപ്പോ അനശന വാട്ടിണിക്കിട, അനശനം പട്ടിണിക്കിട, ഭക്ഷണം കൊടുക്കാണ്ടിരിക്കുക, അനശനം. ഗരാഹാര വിദുത, വിഷം കലർത്തി ഭക്ഷണം കൊടുക്കുക. കൊടുക്കാച്ചാൽ വിഷം കലർത്തി ഇത് കൊടുക്കുക, അല്ലച്ചാൽ ഒന്നും കൊടുക്കില്ല. പട്ടിണിക്കിടുക, വിഷം ഭക്ഷണത്തിൽ കലർത്തി കൊടുക്കുക. ഗിരീന്ദ്രാവക്ഷിപ്തോവി, മലയുടെ മുകളിൽ നിന്ന് എറിയ. പരമാത്മന്നൈഭോ പരേ ബ്രഹ്മൻ അനിർദ്ദേശേ, ഭാഗവത്തിൽ പറയും. സാധാരണ വാക്കിനോ കണ്ണിനോ ഗോചരമല്ലാത്ത പരമാത്മാവിൽ മനസ്സുറപ്പിച്ചിട്ടുള്ളൊരു ജീവന് എന്തിനെ പേടിക്കണം? അവരാരെയാണോ പേടിക്കുന്നത്? ഒന്നിനെ ആ കുട്ടി പേടിച്ചില്ല. അങ്ങനെ യോഗിച്ചാൽ അങ്ങനെ അവരും രക്ഷപ്പെടുകച്ചാൽ രക്ഷപ്പെടുകയും ചെയ്യും. താൻ മനസ്സുകൊണ്ട് വെപ്രഹളപ്പെട്ടിട്ട് യാതൊന്നും ചെയ്യാനില്ല. ഈ ഹിരണ്യകശിപുവിൻ്റെ ഇപ്പോൾ താൻ വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? ഒരു നിവൃത്തിയില്ല. രാജാവാണ്, ചക്രവർത്തിയാണ്, മഹാസൈന്യങ്ങളും കേമന്മാരും കയ്യിലുണ്ട്. മരിക്കാനാ യോഗിച്ചാൽ മരിക്കട്ടെ, അങ്ങനെയാവും തൻ്റെ യോഗം. അല്ലാച്ചാൽ ഭഗവാൻ രക്ഷിക്കാച്ചാലോ രക്ഷിക്കട്ടെ. പരമാത്മന്നൈ വിഭോ, പരമാത്മാവായിട്ടുള്ള അങ്ങയിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി. ഒന്നുറപ്പാണോ, മരിക്കുകയാണെങ്കിൽ ആരെ ചിന്തിച്ച് മരിക്കും? ഈശ്വരനെ ചിന്തിച്ച് മരിക്കും. അത് തനിക്ക് പറ്റുമല്ലോ, വേറൊന്നുമില്ലെങ്കിലും എന്നങ്ങനെ ചിന്തിച്ച് ഈശ്വര സ്മരണയിൽ മുഴുകി. എങ്ങനെ മരിച്ചാലും എത്ര കാലം ജീവിച്ചാലും അതല്ലല്ലോ വിഷയം. മരിക്കുമ്പോൾ എന്തുണ്ടാവണം? ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ഇവിടുന്നാണ് പോകാൻ തരാവണം. ത്വയിന്യത്താത്മത്വ കിമപിന നിബീഡാം അവജതാ. പീഡ, യാതൊരു പീഡയോ ദുഃഖമോ ആ പ്രഹ്ലാദന് അനുഭവപ്പെട്ടില്ല, അനുഭവത്തിൽ വന്നില്ല. അങ്ങനെ യാതൊന്നും വിഷമിക്കാണ്ട് ഈ ഹിരണ്യകശിപു വളരെയേറെ അത്ഭുതപ്പെട്ടു. ഒരു സാധാരണ കുട്ടിക്ക് ഉണ്ടാവണ കാര്യമാണോ ഇവിടെ ഉണ്ടാവണത്? ഈ വരം ആക്രമങ്ങളൊക്കെ വിധേയരാവാത്ത ഒരു മനുഷ്യൻ തന്നെ ഉണ്ടോ? വലിയ ആൾക്കാർ. എന്നിട്ട് എങ്ങനെയാണ് കുട്ടിയായിട്ടുള്ള ഇവൻ ഇത്രയും ശ്രമങ്ങളിൽ നിന്ന്, വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്? വളരെയധികം ശങ്ക, വല്ല ബാധ ഇവനുണ്ടോ? ദുഷ്ടശക്തികളുടെ പിൻബലം ഇവനുണ്ടോ? തതശങ്ക വിട്ട സ പുനർ അതിദുഷ്ടോ ത്യജനകോ, ദുഷ്ടനായിട്ടുള്ള അച്ഛൻ ജനകൻ ശങ്ക മനസ്സിൽ ജനിച്ചിട്ട് എന്ത് ചെയ്തു?
ഗുരുക്ത്യാ തത്കേഹേ കില വരുണപാശേത്തമരുണൻ. വരുണപാശം കൊണ്ട് ബന്ധിച്ച് ഇവന് ഒരു ബന്ധന ശിക്ഷ കൊടുക്കാൻ തീരുമാനിച്ചു. അവിടെ കിടക്കട്ടെ, അവിടെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, അനങ്ങാൻ പറ്റരുത്. ശരീരം ഇങ്ങനെ തുളച്ച് കെട്ടുകയാണ് വരുണപാശത്തിൻ്റെ ഒരു രീതി എന്നാണ്. തുളച്ച് കെട്ടുക, അങ്ങനെയായിട്ട് നിൽക്കട്ടെ അവിടെ. എന്നിട്ടോ ഗുരുച്ച സാന്നിധ്യേ തപുനനുഗാന്തേത്യതനയാൻ ഭവത് ഭക്തേ തത്വം പരമമഭിജ്ഞാനമശിഷത്. ഇപ്പം ഹിരണ്യകശിപു പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എല്ലാ പീരീഡും ക്ലാസ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ചില പീരീഡുകൾ ഒഴിവുണ്ടാവും. അധ്യാപകന്മാർക്ക് വല്ല തിരക്കൊക്കെ ഉണ്ടായാൽ അങ്ങനെ വരുമ്പോൾ ഈ പ്രഹ്ലാദനെ ഒന്ന് പറഞ്ഞ് ഉപദേശിച്ച് നേരെയാക്കണം. നേരെയാക്കണം എന്ന് പറഞ്ഞാൽ അസുരന്മാർക്ക് പറ്റിയ സ്വഭാവമുള്ളവനാക്കണം. ആ കുട്ടികളത് ചെയ്തു. ഹിരണ്യകശിപുവിൻ്റെ നിർദ്ദേശം കേൾക്കാണ്ടിരിക്കാൻ പറ്റുമോ? പ്രഹ്ലാദ, നീ ഹിരണ്യകശിപുവിൻ്റെ പുത്രനല്ലേ, ഈ ഹിരണ്യകശിപു ഇനി എത്ര കാലം ഉണ്ടാവും? ഈ ഹിരണ്യകശിപു ഇല്ലാണ്ടായ നീയാണ് ചക്രവർത്തി, ആസുര ചക്രവർത്തിയാവാൻ പോവുകയാണ് നീ. അപ്പോൾ എത്ര നല്ലൊരു പദവിയാണ് നിനക്ക് കിട്ടാൻ പോണ്. ഇനി ഹിരണ്യകശിപു മരിച്ചിട്ടില്ല എന്നെ കൂട്ടുക, എന്തെല്ലാം ആനുകൂല്യങ്ങൾ സ്നേഹത്തോടെ ആ അച്ഛൻ നിനക്ക് നൽകും. ഞങ്ങൾക്കൊന്നും കിട്ടാത്ത എല്ലാ ആനുകൂല്യങ്ങളും നിനക്ക് തരും. ഇതെല്ലാം നഷ്ടപ്പെടുത്തി വെറുതെ വിഷ്ണുനാമം ജപിച്ച് അച്ഛൻ്റെ ശത്രുത ഉണ്ടാക്കുക. ശക്തനാണ് അച്ഛൻ, വേണമെങ്കിൽ എന്നെ കൊല്ലാനും കൗട്ടിയാൽ സാധിച്ചിട്ടില്ലേ അവിടെ. എന്നാലും അതുകൊണ്ട് ഈ വക അപകടങ്ങളെല്ലാം കണ്ടുകൊണ്ട് എന്തിന് നീ ഇങ്ങനെ ഞങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കഴിയണു എന്നിങ്ങനെ ചോദിച്ചതായിട്ട് സമയത്തോ കുട്ടി അവരെ ഉപദേശിച്ചു. ഭവത് ഭക്തേ തത്വം പരമവിജ്ഞാനമശിഷൻ. ഞാൻ വേദന അനുഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. എനിക്ക് യാതൊരു വേദനയില്ല, കാരണം ശരീരബോധമുള്ളവർക്കേ വേദന ഉണ്ടാവുള്ളൂ. ഞാൻ എന്ന് പറഞ്ഞത് ശരീരമല്ല എന്ന ബോധം നാരദാദികളാൽ ഉപദേശങ്ങൾ കേട്ടിട്ട് എനിക്ക് വന്നതുകൊണ്ട് എന്ത് തന്നെ എന്നെ രക്ഷിച്ചാലും എനിക്കതൊന്നും വേദനയായിട്ട് തോന്നുന്നില്ല. പിന്നെ കുട്ടികളെ, ഈ ലോകത്തിൽ ഈശ്വരഭക്തി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമുള്ളൊരു കാര്യമാണ്. ഭഗവാനിൽ ഭക്തി ഉണ്ടാവില്ല, അത്ര എളുപ്പമല്ല. കർമ്മമാർഗവും ജ്ഞാനമാർഗവും നോക്കുമ്പോൾ ഭക്തിമാർഗം എളുപ്പമെന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് സുലഭമായിട്ട് എല്ലാവർക്കും വായു പോലെ കിട്ടണതാണോ ചോദിച്ചാൽ അല്ല തന്നെ. ഭാഗ്യം വേണ്ടേ? പൂർവ്വപുണ്യം വേണം, ഭാഗ്യം വേണം. ഇതൊക്കെ കൂടിച്ചേരേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനുണ്ട്. അതുകൊണ്ട് വിഷ്ണു ഭക്തി ഉണ്ടാവുക, ഈശ്വരൻ്റെ കഥകൾ കേൾക്കുക, പറയുക, നാമം ജപിക്കുക, കീർത്തനങ്ങൾ ചെല്ലുക, അതിലൊരു ആനന്ദം കണ്ടെത്തുക എന്നതാണ് ഈ മനുഷ്യൻ്റെ പരമമായിട്ടുള്ള ധർമ്മം എന്ന് പ്രഹ്ലാദൻ നല്ല വാക്സാമർത്ഥ്യത്തോടു കൂടി പറഞ്ഞപ്പോൾ അത് അവർക്ക് ബോധ്യമായി. ഇവരെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പാടാൻ തുടങ്ങി വിഷ്ണു കഥ. പ്രഹ്ലാദൻ പാടി ഇങ്ങനെ കൈകൊണ്ട് കാട്ടി കുട്ടികളും പാടും. ഹരേ കൃഷ്ണ നാരായണ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ കൃഷ്ണ രാമ ഗോവിന്ദ ഹരേ നാരായണ ഹരേ നാരായണ. ഇപ്രകാരം പല കീർത്തനങ്ങൾ ഈശ്വരൻ്റെ പരമായിട്ട് ആലപിച്ചപ്പോൾ കുട്ടികളൊക്കെ അത് ഏറ്റുപാടി. പിതാ ശൃണ്ണൻ ബാലപ്രകരമഖിലം ത്വത്തുതിപരം രുഷാന്തപ്രാഹീനം കുലഹതകസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠത്തപജ ജഗതാം ജാവിസബലം സയേവത്രൈലോക്യം സകലമിതി ധീരോയമഗതീൻ. എല്ലാവരും നാമം ചെല്ലണമെന്ന് കേട്ടപ്പോൾ ഇതിനെ കേൾക്കുകയാണ് ഹിരണ്യകശിപു. പിതാ ശൃണ്ണൻ ബാലപ്രകരമഖിലം ത്വസ്തുതിപരം. ഗുരുവായൂരപ്പ അങ്ങയുടെ സ്തുതി. കുട്ടികളൊക്കെ ആ ഭക്തിയിലാണ് പാടാൻ തുടങ്ങിയപ്പോൾ ദേഷ്യം വന്നു. മുമ്പ് ഒരാളെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാതും തുടങ്ങിയോ? രുഷാന്തപ്രാഹേനങ്കുലഹതക. ദുഷ്ട, ഈ അസുരവംശത്തെ നശിപ്പിക്കാൻ ജനിച്ചവനാണ് നീ, ഉറപ്പായി. ഇപ്പോൾ ഇന്ന് എന്നിൽ എനിക്കൊരു പ്രതീക്ഷയില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം, ഇത്രയും ബലം ആരാണ് നിനക്ക് തന്നത്? ഞാനും സൈന്യങ്ങളും പല പയവന്മാരും ഇവിടെ നിന്നെ എതിർത്ത് കൊല്ലാൻ നോക്കിയിട്ടുള്ള ആ ശക്തിയെ എതിർക്കാൻ, ശക്തിയമായിട്ടുള്ള ഞങ്ങളുടെ സാമ്രാജ്യത്തിനെതിരായിട്ട് വിരലനക്കാൻ പോലും പലരും ധൈര്യപ്പെടുന്നില്ല. ബ്രഹ്മാവും ശിവനും ബാക്കി അസുരന്മാരും ദേവന്മാരും എൻ്റെ കീഴിലപ്പോൾ പിന്നെ എങ്ങനെ ഇപ്പോൾ 5 വയസ്സായിട്ടുള്ള നീ എനിക്കെതിരായത്? അത് എനിക്കൊന്നും അറിയണം. ഏതോ ഒരു ബലം തൻ്റെ പിന്നിലുണ്ട്. കുലഹതക, കുലം നശിപ്പിക്കാൻ മുതിർന്നവനെ എന്ന് വിളിക്കുകയാണ്. കുലഹതക കസ്തേ ബലമിതി, നിൻ്റെ ബലം ഏതാണ്? എനിക്ക് അതിനെ നശിപ്പിച്ചിട്ട് നിന്നെ കൊല്ലണം, എന്നെ നശിപ്പിക്കണം, നിന്നെയും കൊല്ലണം. അപ്പോൾ ഉത്തരം പറഞ്ഞു, ബലം മേ വൈകുണ്ഠത്തപജ ജഗതാം ജാപിസബലം. വൈകുണ്ഠനായിട്ടുള്ള ഭഗവാനാണ് അച്ഛാ എനിക്ക് ബലം. എനിക്ക് മാത്രമല്ല ഈ ദേഷ്യപ്പെടാൻ ഉള്ള ബലം തവച്ച അങ്ങേക്കും, തവ അങ്ങേക്ക്.
ദേഷ്യപ്പെടാനുള്ള ബലം അങ്ങേക്ക് തരുന്നതും ഭക്തിയോടുകൂടി ഭജിക്കാനുള്ള മനസ്ഥിതി എനിക്ക് തരുന്നതും രണ്ടും ഒരേ ഭഗവാൻ തന്നെയാണ്. സയേവത്രൈലോക്യം സകലം, ഈ ലോകത്തിലുള്ളത് മുഴുവൻ ആ ഭഗവാനാണ്. ഭഗവാനെ കൂടാതെ ഈ ലോകത്തിൽ എന്തുണ്ട്? സവൈ ത്രൈലോക്യം സകലം, 3 ലോകവും ഭഗവാൻ തന്നെ. ഇതി ധീരോയ മഗധീർ, ധീരതയോടുകൂടി അച്ഛനോടാണ്ട് പറഞ്ഞു. എല്ലാ ദിക്കിലും നിറഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഈശ്വരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ അപ്പം എന്താ പറയുക, എവിടെ ഇല്ലാത്തതെന്ന് ചോദിക്കല്ലേ എളുപ്പം. ഇതിങ്ങോട്ട് കേട്ടു സഹിക്കാൻ വയ്യാത്ത ദേഷ്യത്തോടു കൂടി അരേ ക്വാസോ സകല ജഗതാത്മാ ഹരിരിതി പ്രബിന്ദേത്മത്തംബം ചലിത കരവാളോദിതി സുധാ അതപശ്ചാത് വിഷ്ണോനഗിവരുതുമീശോ സ്മിതകഥ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ മൃഡയമാം. എല്ലാ ദിക്കിലും ഉണ്ട് എന്ന് നീ പറയുന്ന വിഷ്ണു എവിടെ? ക്വാസോ എവിടെ ദേഷ്യം വന്നു. സകല ജഗതാത്മാ, എല്ലാ ദിക്കിലും ഉണ്ട് എന്നല്ലേ നീ പറഞ്ഞത്? ഈ തൂണിലുണ്ടോ എന്നുള്ളത് എനിക്ക് പറഞ്ഞിട്ട് തന്നെ വേറെ കാര്യം. ലൈക്കിലുണ്ടെങ്കിൽ തൂണിലും ഉണ്ടാവണല്ലോ. പ്രബിന്ദസ്മസ്തംഭം ചലിതകരവാളോദിതുത, ഇളകുന്ന മിന്നിത്തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന വാളോടുകൂടി ആ തൂണുമ്പിൽ ഒരൊറ്റ ഇടി. അതപശ്ചാത് വിഷ്ണോനഗിവരുതുമീശോ സ്മിതകഥേ എന്നുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ഇടിച്ചപ്പോൾ ആ തൂണ് കിടന്നങ്ങോട്ട് തിരിഞ്ഞു. അതിനുശേഷമുണ്ടായ കഥ അതപശ്ചാത് വിഷ്ണു, അതിനുശേഷമുണ്ടായിട്ടുള്ള കഥ അല്ലയോ വിഷ്ണു നഗി വടുതമേശോ സ്മിതകഥ. അപ്പം എനിക്ക് പറയാൻ ധൈര്യമില്ല, അതിനുള്ള ശക്തി എനിക്കില്ല. ഒന്ന് ശക്തി സംഭരിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. എൻ്റെ ദശകം അവിടെ അവസാനിപ്പിച്ചിട്ട് അടുത്ത ദശകത്തിലാണ് നരസിംഹാവതാരം. കാരണം അതിനെക്കുറിച്ച് ശക്തി ആർജിക്കണം, ചെറിയ സംഗതിയല്ല ഉണ്ടായതേ. അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങനെ ശക്തി സംഭരിച്ചിട്ട് പിന്നെ പറയാം. കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിൻ വിടയമാം. എങ്ങനെയാണ് നരസിംഹമൂർത്തിയെ വർണ്ണിക്കേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചു ഭട്ടേരിപ്പാട് എന്നാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഇത് കാണിച്ചു കൊടുത്തു എന്നാണ്. ഗുരുവായൂർ ആ വാതിൽ മാടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നു അത്രേ. ആന്ധ്രമാല, അതായത് കുടൽമാല കഴുത്തിലിട്ട് ചോര കലർന്ന ശരീരത്തോടു കൂടി തീക്കട്ട പോലത്തെ കണ്ണും പുറത്തേക്ക് നീട്ടിയ നാവും ഉഗ്രനഖങ്ങളും സടാകേസരങ്ങളും ആയിട്ടുള്ള രൂപം ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിച്ചോളാ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ആ രൂപം കാണിച്ചു കൊടുത്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെ പല സംഭവങ്ങളും ഈ നാരായണീയം രചിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സർവേശ്വര ഞാനൊന്ന് ശക്തി ആർജിക്കട്ടെ, എന്നിട്ട് അങ്ങയുടെ ആ അത്ഭുതവും വിചിത്രവുമായിട്ടുള്ള അവതാരത്തെ വർണ്ണിക്കാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഭാഗമാണ് ദശകം അവസാനിപ്പിച്ചത്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.